ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ മുടിയുടെ പ്രശ്നങ്ങളൊക്കെ ഒരുമാതിരി നന്നായിട്ട് മാറ്റുന്ന ഒരു നല്ല കാച്ചെണ്ണയുടെ കൂട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പം ഞാൻ ഈ എണ്ണ തയ്യാറാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് കയ്യുണ്ണിയാണ്. ഇതിനകത്ത് നന്നായിട്ട് പൂവൊക്കെ ഉണ്ട്. ഞാൻ വേരോട് കൂടിയുള്ള കയ്യുണ്ണിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ എടുത്തിരിക്കുന്നത് കറിവേപ്പിലയാണ്. അത് ഒരു പിടുത്തം കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് പൂവാങ്കുരുന്നിലയാണ്. പൂവാങ്കുരുന്നില ഇട്ട് എണ്ണ കാച്ചി തേച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് നമുക്ക് മുടി വളരും. നമ്മുടെ മുടിയുടെ ഒരുമാതിരി കുറേ പ്രശ്നങ്ങൾ, അതായത് ഈ മുടിയിലുണ്ടാകുന്ന താരൻ, മുടിയുടെ അറ്റം പൊട്ടിപ്പോവുക, അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാണ് ഈ പൂവാങ്കുരുന്നില ഇട്ട് നമ്മൾ എണ്ണ കാച്ചുന്നത്. അപ്പം ഞാനിതെല്ലാം കൂടി അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും വെള്ളം ചേർക്കരുത്, ഒട്ടും വെള്ളം ചേർക്കാതെ. കുറച്ച് പാടാണ് ഇത് അരച്ചെടുക്കാനായിട്ട്, എന്നാലും ചെറുതായിട്ട് അരിഞ്ഞിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് ഒട്ടും വെള്ളമയമില്ലാത്ത ഒരു ചീനിച്ചട്ടിയോ ഉരുളിയോ എടുക്കുക. അപ്പോൾ ഞാനിവിടെ ഉരുളിയാണ് എടുത്തിരിക്കുന്നത്. ചീനിച്ചട്ടി എടുക്കുന്നതെങ്കിൽ നല്ല ചൂട് കട്ടിയുള്ള ചീനിച്ചട്ടി എടുക്കുക. പിന്നെ ഒരു കുപ്പി വെളിച്ചെണ്ണ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ടൊക്കെ എണ്ണ കാച്ചുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു കുപ്പി വെളിച്ചെണ്ണയിലൊന്നും എണ്ണ കാച്ചരുത്. ഒരു ഗ്ലാസ്സിന് ഒരു അര ഗ്ലാസ്സോ അങ്ങനെ എന്തെങ്കിലും കുറച്ചെടുത്ത് എണ്ണ കാച്ചി നോക്കുക. കാരണം ഈ എണ്ണ കാച്ചുന്നതിൻ്റെ പാകം മാറിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ മുടി മൊത്തം കൊഴിയും. നമ്മൾ ചെയ്യുന്നതിൻ്റെ നേരെ വിപരീത ഫലമായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ എണ്ണ കാച്ചുന്നതിന് പരിചയമൊന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു കുപ്പി എണ്ണയിലൊന്നും എണ്ണ കാച്ചരുത്. ഇതിന് ശേഷം നമുക്ക് ഈ എണ്ണയ്ക്കകത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ കൂട്ട് മുഴുവൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇപ്പം ഞാൻ തീ ഓൺ ആക്കിയിട്ടില്ല കേട്ടോ, ഗ്യാസ് ഞാൻ ഓൺ ചെയ്തിട്ടില്ല. ആദ്യം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നത് എല്ലാം കൂടി ഇതിനകത്തേക്ക് ഇട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഇതിനകത്തേക്ക് മിക്സ് ചെയ്യാനായിട്ട് ചട്ടകം അല്ല എടുത്തിരിക്കുന്നത്, കണ്ണാപ്പ പോലെ ഇതാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് കറക്റ്റായിട്ട് ഇത് താത്തി കൊടുത്തു കഴിയുമ്പോൾ കറക്റ്റായിട്ട് ഇത് നന്നായിട്ട് എണ്ണയിലേക്ക് മിക്സ് ആയിക്കോളും. ഇപ്പം നമുക്ക് തീ പതുക്കെ ഒന്ന് ഓണാക്കി കൊടുക്കാം. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ തീ ഓണാക്കി കൊടുക്കാൻ പാടുള്ളൂ. നന്നായിട്ട് തന്നെ ഇത് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഞാൻ ഗ്യാസ് ഓൺ ചെയ്യുകയാണ്. ഇപ്പോൾ ഗ്യാസ് ഓൺ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കണം. അത് ശരിക്കും നമ്മുടെ തലയിൽ താരനൊക്കെ പോയി മുടി നല്ല തിക്കായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനകത്തേക്ക് ഉലുവ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഉലുവ ചേർക്കുന്നതിന് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. നിങ്ങൾക്ക് ഉലുവ ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഈ ഒരു 3 കൂട്ട് മാത്രം മതിയാവും. അപ്പം ഞാൻ ഇതിനകത്തേക്ക് ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു പിടുത്ത ഉലുവയാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പം നമ്മുടെ എണ്ണയുടെ കളറ് മൊത്തത്തിലൊരു പച്ച കളറാണ്. ഇനി ഇത് നമ്മൾ തിളച്ച് വരും തോറും ഇതിൻ്റെ കളറ് മാറി വരും. ഇപ്പം ഞാനിത് ഹൈ ഫ്ലെയിമിലിട്ടാണ് തിളപ്പിക്കാൻ നോക്കുന്നത്. ഇനി നിങ്ങൾ ആദ്യമായിട്ട് എണ്ണ കാച്ചുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇത് സിമ്മിലേക്ക് ഇടാം. അതല്ല, നമുക്ക് എണ്ണ കാച്ചി നല്ല പരിചയമുള്ളവരാണെങ്കിൽ ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് നമുക്ക് എണ്ണ കാച്ചി എടുക്കാം. പ്രശ്നമൊന്നുമില്ല, ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി. പക്ഷേ നമ്മൾ ഇതിനകത്ത് ചേർത്ത് കൊടുത്തിരിക്കുന്ന ഒന്നും തന്നെ കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് പിന്നെ തലയിൽ തേക്കാൻ കൊള്ളത്തില്ല, തലയിൽ തേക്കാനും പാടില്ല. ഇപ്പോൾ നമ്മുടെ എണ്ണയുടെ കളർ കണ്ടോ? ഉരുളിയുടെ 2 സൈഡിലൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ടൊരു പച്ച കളർ പോലെ വരുന്നുണ്ട്. ഈ പച്ച കളർ വരുമ്പോൾ തന്നെ നമ്മൾ വാങ്ങരുത്. നമ്മൾ ഇതിനകത്ത് ഇട്ടിരിക്കുന്ന കൂട്ട് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ അതൊരു ചെറുതായിട്ട് തരിതരിപ്പ് പോലെ തോന്നണം. ശരിക്കും പറഞ്ഞാൽ മണൽപ്പരുവെന്ന് പറയും. ഇനി നമ്മൾ ഇത് മണൽപ്പരുവം നോക്കാൻ വേണ്ടി അപ്പം തന്നെ കൈ കൊണ്ട് എടുത്ത് നോക്കുകയും ചെയ്യരുത്, നമ്മുടെ കൈ പൊള്ളിപ്പോവും. ഇപ്പം ഞാനിത് വാങ്ങി വെച്ചിട്ടുണ്ട്, ഇത് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് വാങ്ങി വെച്ച് അതേപടി വെച്ചിട്ട് പോരരുത്. നമ്മൾ പാൻ്റെ ചുവട്ടിൽ കൊണ്ടുവച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരു നല്ല തുണിയിൽ ഇത് അരിച്ചെടുക്കാം. അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റേതല്ലാത്ത അരിപ്പയിൽ നമുക്കിത് കോരിയിട്ട് അപ്പം തന്നെ അരിച്ച് മാറ്റാം. ഒരു കാരണവശാലും നമ്മൾ എണ്ണ കാച്ചിയിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചിട്ട് പോരരുത്, തണുക്കാൻ വേണ്ടിയിട്ട്. ആ എണ്ണയുടെ ചൂടും കൊണ്ട് അതിനകത്ത് കിടക്കുന്ന ആ കൂട്ട് മുഴുവൻ കരിഞ്ഞു പോവും. അപ്പം നമ്മൾ കാച്ചിയതിന് ഫലമില്ലാതെയാവും. അപ്പോൾ ഇത് ഇങ്ങനെ ഒന്നുകിൽ കണ്ണാപ്പ വെച്ചിട്ട് തന്നെ നമ്മളിങ്ങനെ ഇതിനുള്ള കൂട്ടിങ്ങനെ കോരി മാറ്റി എടുത്ത് വയ്ക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അരിപ്പയിൽ അരിച്ചെടുക്കുക, അല്ലെങ്കിൽ തുണിയിൽ അരിച്ച് സൂക്ഷിക്കുക. ഇപ്പോൾ ഞാൻ കണ്ണാപ്പയും കൊണ്ടാണ് ഇത് അരിച്ച് മാറ്റി എടുത്ത് വയ്ക്കുന്നത്. അപ്പോൾ ഈ അരിച്ച് മാറ്റുന്നത് നമുക്ക് നമ്മുടെ തലയിലൊരു പാക്ക് പോലെ ഇടാം കേട്ടോ. പക്ഷെ ഞാൻ എൻ്റെ തലയിൽ ഇടാറില്ല. എനിക്ക് ഒരുപാട് നേരം അങ്ങനെ എണ്ണ വെച്ചുകൊണ്ടിരിക്കാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ തലയിൽ അങ്ങനെ തേക്കാറില്ല. പിന്നെ നമുക്കിത് സൂക്ഷിച്ച് വെച്ച് തേക്കാനൊന്നും പറ്റില്ല, അന്ന് തന്നെ ഉപയോഗിക്കാനേ പറ്റത്തുള്ളൂ.
എൻ്റെ മോൻ വന്നിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നതാണ് കേട്ടോ. ടി വിയുടെ ബഹളമൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ കറക്റ്റായിട്ട് ആ സമയത്ത് തന്നെ റെക്കോർഡ് ചെയ്യാത്തത്. ഇതിൽ നമ്മൾ ഇട്ടിരിക്കുന്ന ഉലുവ കരിഞ്ഞൊന്നും പോയിട്ടില്ല. ഇത് കരിഞ്ഞു പോകാൻ പാടില്ല. ഉലുവ കരിയാതെ നമ്മൾ ശ്രദ്ധിക്കണം. ചെറുതായിട്ടൊന്ന് നിറം മാറി വരാവുള്ളൂ. അപ്പോൾ അതാ ഞാൻ എണ്ണ കാച്ചി വെച്ചിട്ടുണ്ട്. ഇനി ഇത് തേക്കേണ്ട രീതി ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ലൈക്ക് ബട്ടണും ഒന്ന് പ്രസ് ചെയ്തേക്കുക. താങ്ക്